നമസ്കാരം 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റം വിശദമായ പഠനത്തിന് ശേഷം മാത്രം അന്തിമ തീരുമാനമെന്ന് സർക്കാർ. കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെ വാട്സാപ്പിലെ പുതിയ യൂസർ നെയിം ഫീച്ചർ ഉടൻ നടപ്പിലാകില്ലെന്ന് വ്യക്തമാക്കി മെറ്റ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസ് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് സർക്കാർ അനുമതി. പിണറായിയുടെ വാലായി മാറി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. നാദാപുരത്ത് മരുന്ന് മാറി നൽകിയതായി പരാതി, ചികിത്സയിലായിരുന്ന വയോധികൻ മരണപ്പെട്ടു. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റം വിശദമായ പഠനത്തിന് ശേഷം മാത്രം അന്തിമ തീരുമാനമെന്ന് സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 49% ഓഹരികൾ ആഗോള കപ്പൽച്ചൽ കമ്പനിയായ MSCക്ക് കൈമാറാൻ അനുമതി തേടി അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി രാജ്യസുരക്ഷ ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമേ ഇതിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരികൾ വിൽക്കാൻ നിലവിലെ കരാർ പ്രകാരം അവകാശമുണ്ടെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം. 25%-ലധികം ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ കർശനമായ മുൻകൂർ അനുമതി ആവശ്യമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. ഈ ഓഹരി കൈമാറ്റ നീക്കം വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്നും സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും സഭയിൽ ആവശ്യമുയർന്നു. കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെ വാട്സാപ്പിലെ പുതിയ യൂസർ നെയിം ഫീച്ചർ ഉടൻ നടപ്പാക്കില്ലെന്ന് വ്യക്തമാക്കി മെറ്റ. വാട്സാപ്പിൽ അവതരിപ്പിക്കാനിരുന്ന യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട ആശങ്കകളെ തുടർന്ന് കേന്ദ്ര സർക്കാർ നൽകിയ നോട്ടീസിന് മറുപടിയുമായി മെറ്റ ഈ പുതിയ സുരക്ഷാ ഫീച്ചർ ഉടൻ പ്രയോഗത്തിൽ വരുത്തില്ലെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വാട്സാപ്പ് വ്യക്തമാക്കി. ആൾമാറാട്ടവും പ്ലാറ്റ്ഫോമിന്റെ ദുരുപയോഗവും തടയാൻ കർശനമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഫോൺ നമ്പറില്ലാതെ പുതിയ അക്കൗണ്ട് നിർമ്മിക്കാൻ സാധിക്കില്ലെന്നും കൃത്യമായ യൂസർ നെയിം സെർച്ച് ചെയ്ത് കണ്ടെത്തുന്ന നിശ്ചിത അക്കൗണ്ടുകളിലേക്ക് മാത്രമേ സന്ദേശങ്ങൾ അയക്കാൻ സാധിക്കുന്നു എന്നും മെറ്റ അറിയിച്ചിട്ടുണ്ട്. യൂസർ നെയിം സുരക്ഷാ വിഷയങ്ങളിൽ 3 ദിവസത്തിനകം വിശദമായ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസ് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് സർക്കാർ അനുമതി. സംസ്ഥാനത്തെ ഏറെ വിവാദമുയർത്തിയ കശുവണ്ടി അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒടുവിൽ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ഈ നിർണായക തീരുമാനം ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിക്കുമെന്നും CBIയുടെ ദീർഘനാളത്തെ ആവശ്യത്തിന്മേലാണ് 5 വർഷത്തിനു ശേഷം സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കേസിൽ പ്രതിയായതോടെ R ചന്ദ്രശേഖരന് INTUC സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായേക്കുമെന്ന സൂചനകളുണ്ട്. ഈ അനുമതിയോടെ അഴിമതിക്കെതിരെയുള്ള 18 വർഷത്തെ തങ്ങളുടെ നിയമ പോരാട്ടത്തിന്റെ വിജയമാണിതെന്ന് പരാതിക്കാരനായ കടകംപള്ളി മനോജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തദ്ദേശീയമായി കശുവണ്ടി സംഭരിക്കാതെ വിദേശത്തു നിന്ന് ഗുണനിലവാരമില്ലാത്ത തോട്ടണ്ടി ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്ത കോർപ്പറേഷന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ്. പിണറായിയുടെ വാലായി മാറി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് കടുത്ത വിമർശനം ഉയർന്നു. സംഘടന മുൻ മന്ത്രി പിണറായി വിജയന്റെ വാലായി മാറിയെന്നും അടിയന്തരമായ പ്രവർത്തന രീതി തിരുത്തണമെന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിലെ പാർട്ടിയിലെയും സംഘടനയിലും വിഭാഗീയതയ്ക്ക് കാരണം ജില്ലാ സെക്രട്ടറിയും പയ്യന്നൂർ നഗരസഭാ ചെയർമാനുമായ സരിൻ ശശിയാണെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് സരിൻ ശശി പയ്യന്നൂർ മണ്ഡലത്തിന് പുറത്തേക്ക് പോയിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം കാട്ടിയില്ലെന്നും വിമർശനമുണ്ട്. ഡിവൈഎഫ്ഐയുടെ ശക്തമായ കോട്ടകളിൽ സംഘടന നേരിടുന്ന ആഭ്യന്തര തർക്കങ്ങളും നേതൃത്വത്തിന്റെ വീഴ്ചകളും സമ്മേളനത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ്. നാദാപുരത്ത് മരുന്ന് മാറി നൽകിയതായി പരാതി, ചികിത്സയിലായിരുന്ന വയോധികൻ മരണപ്പെട്ടു. കോഴിക്കോട് നാദാപുരം സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന വയോധികൻ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. നാദാപുരം കല്ലാച്ചി വിഷ്ണുമംഗലം സ്വദേശി ചന്ദ്രൻ ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പുലർച്ചെയോടെ മരണമടഞ്ഞത്. കഴിഞ്ഞ ജൂൺ 23-ന് ആരോഗ്യ പ്രശ്നങ്ങളോടെ താലൂക്ക് ആശുപത്രിയിലെത്തിയ ഇദ്ദേഹത്തിന് മറ്റൊരു രോഗിക്ക് നൽകേണ്ടിയിരുന്ന മയക്കത്തിനുള്ള ഗുളിക മാറി നൽകുകയായിരുന്നു എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഈ മരുന്ന് കഴിച്ചതിന് പിന്നാലെ ശാരീരികാവസ്ഥ വഷളായതിനെ തുടർന്നാണ് ചന്ദ്രനെ അടിയന്തരമായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നത്. സംഭവത്തിൽ ഉത്തരവാദികളായ ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം.